ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ +2 ഫിസിക്സ് മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. 2024 മോഡൽ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഒരു എക്സാം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു മോശമില്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് പറയാം. ചില ക്വസ്റ്റ്യൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആക്കി വന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻസ് വരുന്നത്, ആൻസേഴ്സ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ്. അതാരാണ് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ വന്നല്ലേ, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷനാണ് തന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഡൈപോൾ മൊമെൻറ്റിനെ പെർ യൂണിറ്റ് വോളിയത്തിന് വിളിക്കുന്ന പേരെന്താണ്? ശരിക്കും അത് പോളറൈസേഷൻ ആണ്. ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയത്തെ വിളിക്കുന്ന പേര് പോളറൈസേഷൻ എന്നാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ: അറ്റ് ഹൈ ഇനഫ് ടെമ്പറേച്ചർ എ ഫെറോ മാഗ്നറ്റ് ബിക്കംസ്. ഓക്കെ, ഹൈ ഇനഫ് ടെമ്പറേച്ചർ നമ്മൾ ക്യൂരി ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആരായിട്ട് മാറും? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും അല്ലേ. ദെൻ ഫോർത്ത് വൺ: ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ബിലോങ് ടു ദ റീജിയൻ വിത്ത് വേവ് ലെങ്ത് ഓഫ് എബൌട്ട് 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ. നമ്മൾ വിസിബിൾ റീജിയൻ ആണ്. വിസിബിൾ റീജിയൻ്റെ വേവ് ലെങ്ത് മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് വേവ് ലെങ്ത് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ദ ഫിനോമിനൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വാസ് ഡിസ്കവേർഡ് ബൈ. ശ്രദ്ധിക്കണം മക്കളെ, ഡിസ്കവേർഡ് ബൈ ആണ്. എപ്പോഴും ഞാൻ ലാസ്റ്റ് ഡുവൽ നേച്ചർ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് തൊട്ടുമ്പത് വീഡിയോയിൽ. ഡുവൽ നേച്ചർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. അതിൽ കൂടുതൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 വരുന്നത്: ഇലക്ട്രോൺ റിവോൾവ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് ഫോർ വിച്ച് ദ ആംഗുലാർ മൊമെൻറ്റം ഈസ് സം ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്, അല്ലെങ്കിൽ L = NH/2π. അതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഫ്രം ആറ്റംസ്. ക്വസ്റ്റ്യൻ നമ്പർ 7: ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ബിഹേവ് ലൈക്ക് ഡാഷ് അറ്റ് T = 0 കെൽവിൻ. എപ്പോഴും നോർമലി ഇതങ്ങനെ ആദ്യമായിട്ട് വന്നൊരു ക്വസ്റ്റ്യനാണെന്ന് പറയാൻ പറ്റും. പക്ഷേ നല്ലോണം മനസ്സിലാക്കി പഠിച്ച നല്ലൊരു ക്ലാസ്സൊക്കെ കേട്ട ഒരാളെ സംബന്ധിച്ചും പറയാം, 0 കെൽവിൻ ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടറിന് ഒരു സ്വഭാവമുണ്ട്. ആരുടെ സ്വഭാവമാണ്? ഇൻസുലേറ്ററിൻ്റെ സ്വഭാവമാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ 0 കെൽവിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചറിലാണ് ഇൻസുലേറ്ററിൽ നിന്നും മാറി സെമി കണ്ടക്ടർ സ്വന്തമായിട്ടുള്ള ഒരു അവൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ചിലൊക്കെ വരുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു 1 വേർഡ് സെഷൻ. 7 ക്വസ്റ്റ്യൻ തന്നെയാണ് ഉണ്ടായത്. സാധാരണ ഫോർമാറ്റ് തന്നെയാണ്. ഇതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. ഇതിലിപ്പോൾ നമ്മൾ ഈ സെമി കണ്ടക്ടറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണം പറയാൻ, വേറൊന്നുമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ 2 മാർക്കിൻ്റെ സെഷനിലേക്ക് പോയാണ്. അതിൽ 8 to 14 ആണ്. അതിൽ 5 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇതാണ്: ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആൻഡ് സർഫേസ് ചാർജ് ഡെൻസിറ്റി. അതിൽ ഡിഫറൻഷിയേറ്റ് എന്ന് രണ്ടാളുടെ ഡെഫിനിഷൻ ഒന്ന് എഴുതി കൊടുക്കുക. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി, റേഷ്യോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സർഫേസ് ചാർജ് ഡെൻസിറ്റി ദാറ്റ് വാസ് ഡിനോട്ടഡ് ബൈ സിഗ്മയാണ്. സിഗ്മ = Q/S അല്ലെങ്കിൽ Q/A ആണ്. ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അവരുടെ യൂണിറ്റ് ഒക്കെ എഴുതി കൊടുത്താൽ നന്നായിരിക്കും. ദെൻ അത്ര എഴുതുന്നുണ്ട്, വേറൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 9: പ്ലോട്ട് ദ ഗ്രാഫ് ഷോയിങ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഫോർ എ ടിപ്പിക്കൽ സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടറിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയേണ്ടത്. നമുക്കറിയാം ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഒരു ഇൻവേഴ്സ് ഗ്രാഫാണ് വരിക. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുമായിരിക്കുന്നു. ഇൻവേഴ്സ് ഗ്രാഫാണ് അവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അപ്പോൾ ഇതിൻ്റെ മലയാളമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10: സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്. എപ്പോഴും ചോദിക്കുന്ന ഫ്രം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു dϕ/dt അല്ലെങ്കിൽ -dϕ/dt എന്നൊക്കെ എഴുതിയാലും പ്രശ്നമില്ല. ലെൻസസിലും എടുത്ത് കൊടുക്കാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11: എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ് അറ്റ് 100 വാട്ട് ഫോർ എ 220 വോൾട്ട് സപ്ലൈ. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ്. വളരെ ലോക്കൽ ക്വസ്റ്റ്യൻ തന്നെ പറയേണ്ടി വരും. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നൊരു 10th ലെവൽ SSLC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പോലെയുണ്ട്. ഓക്കെ, നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ V²/R ആണ്. റെസിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. വോൾട്ടേജും പവറും റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജും തന്നിട്ടുണ്ട്, പവറും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് R = V²/P. അതായത് 220² / 100 ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 484 Ohm ആണ്. നിങ്ങൾക്ക് അതന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12: എക്സ്പ്ലെയിൻ കൊഹറൻറ്റ് സോഴ്സസ്. ഞാൻ ഇന്നലെ ടൈപ്പ് ചെയ്യുമ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട്. ടേംസ് റിലേറ്റഡ് ഇൻ്റർഫറൻസ് പഠിക്കണം. കൊഹറൻറ്റ് സോഴ്സ്, അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് ആയിട്ടുള്ള ഡെറിവേഷൻ ആ ടോപ്പിക്ക് ഡിലീറ്റ് ആയി പോകുന്ന സ്ഥിതിക്ക് അതിൻ്റെ കോൺസെപ്റ്റ് വെച്ച് ചോദിക്കാറുണ്ട്. കൊഹറൻറ്റ് സോഴ്സ് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. എന്താണ് കൊഹറൻറ്റ് സോഴ്സ്? സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. ലൈറ്റ് വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി, സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്, സെയിം ആംപ്ലിറ്റ്യൂഡ് എന്ന് എഴുതിയാൽ നല്ല കാര്യമായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13: എക്സ്പ്ലെയിൻ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. തൊട്ടുമ്പത്തെ വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നുണ്ട് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അത് ഇന്നലത്തെ തൊട്ടുമ്പത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓരോ ചാപ്റ്റർ പഠിക്കേണ്ട ടോപ്പിക്. അത് കണ്ട് പഠിച്ച ഒരാൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാകും വിശ്വസിക്കുന്നു.
ഓക്കെ, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഈ മാക്സ് ഇസിക്വൽ H -5 ആണ് ഇക്വേഷൻ. ആ വന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യട്ടെ, 2 മാർക്കല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14, ഡ്രോ ദ എനർജി ലെവൽ ഡയഗ്രാം ഫോർ ദ ഹൈഡ്രജൻ ആറ്റം എനർജി ലെവൽ ഡയഗ്രാം. അതായത് നമ്മൾ എനർജി ലെവലാണ് കേട്ടോ, നോട്ട് എനർജി ബാൻഡ്. ഹൈഡ്രജൻ ആറ്റം എനർജി ലെവലിൽ ഉണ്ടാവുക. N=1 -13.6 ആണ്, N=2 -3.4 ആണ് എനർജിയും അതുപോലെ ഓർബിറ്റും വെച്ചിട്ട് എനർജി ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു 3-4 സ്റ്റേറ്റ് ഒന്ന് എഴുതിക്കാൻ നന്നായിരിക്കും. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന് ഉണ്ടായിരുന്നത്. 3 മാർക്കിൻ്റെ സെഷൻ ക്വസ്റ്റ്യൻ നമ്പർ 15 to 21. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കാം. ഇൻ കേസ് ടഫ് ആയവരാണ് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് ഒന്നും കൂടി ഒന്ന് പൊടിയിട്ട് എടുത്ത് ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സും കൂടി ഒന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്, എല്ലാ ടോപ്പിക്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ പൊടിയിട്ട് എടുത്താൽ മതി. അപ്പോഴത്തേക്കും പബ്ലിക് എക്സാം സേഫ് ആവട്ടെ മക്കൾ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഷുവറിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ആൻസർ ഇനി 6 ആണ് 3 മാർക്കിൻ്റെ സെഷനിൽ വരുന്നത്. അതിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്നുള്ളതാണ് 15th എ പാർട്ട്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ എന്നാണ് ഇന്നലത്തെ വ്യക്തമായിട്ട് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് പഠിച്ചിരിക്കണം, അതുപോലെ ഡൈപോളിനെ പഠിച്ചിരിക്കണം. V = 1/4πε0 Q/r ആ ഡെറിവേഷൻ ആണ് കേട്ടോ ചെയ്യേണ്ടത്. ദെൻ അതിൽ ബി പാർട്ട്, പ്ലോട്ട് ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ് ആർ. തൊട്ട് മുമ്പ് നമ്മളൊരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതേപോലുള്ളൊരു ഗ്രാഫ് തന്നെയാണ് അവിടെയും വരിക. കുറേ ആൾക്കാർ അത് നോക്കിയിട്ടുണ്ടാവില്ല, കാരണം അത്ര ഒന്ന് സ്ട്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇൻവേഴ്സ് ഗ്രാഫ് ഒന്നുമില്ല. V പ്രൊപ്പോർഷണൽ ടു 1/r, E പ്രൊപ്പോർഷണൽ ടു ആണ് 1/r². പണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, വിയും ഇയും വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ വി ഓർ ഇ വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ് തന്നിട്ട് ഇതിൽ ഇയും വിയും തന്നിട്ടില്ല, ഇയും വിയും ആണ് പറയുന്നുണ്ട്. അപ്പോൾ 2 ആൾക്കാർ അവിടെ ഗ്രാഫിലുണ്ട്. ആരാണ് ഇ, ആരാണ് വി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പണ്ടുണ്ടായിരുന്നു. ഇതിന് ഡയറക്റ്റായിട്ട് ചോദിച്ചു വിയും ഇയും ആരാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. സോറി, ഗ്രാഫ് ഒന്ന് വരയ്ക്കണം. അപ്പോൾ V ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് മുകളിൽ നിങ്ങളുടെ താഴേക്ക് വരുന്ന ഒരു ഗ്രാഫ് അവിടെ വരച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായിരുന്നു 15ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16 ഇതാണ്. എ പാർട്ട്, സ്റ്റേറ്റ് ആംബിയർ സർക്യൂട്ടല്ലോ. നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ബയോട്ടും ആംബിയറും. ആംബിയറാണ് വന്നത്. ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് = μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് അല്ലെങ്കിൽ നെറ്റ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ഇക്വേഷൻ കൂടി ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പറഞ്ഞു പോകുന്നു കേട്ടോ. B വെക്ടർ ഡോട്ട് റിയൽ വെക്ടർ = μ0 I എൻക്ലോസ്ഡ് എന്ന് പറയും. അതിൽ ബി പാർട്ട് അത് തന്നെയാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ലോങ് സ്ട്രൈറ്റ് വയർ ക്യാരിങ് കറണ്ട് ആണെങ്കിൽ അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അതായത് ആംബിയറിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. B = μ0 I / 2πr ഡെറിവേഷനാണ് 2 മാർക്കിന് വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കുകയാണെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ സോളിനോയിഡ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B, ഏരിയ A ആൻഡ് ലെങ്ത് L ഓഫ് ദ സോളിനോയിഡ്. കുറേ ആൾ വിചാരിച്ചു ഭയങ്കര ടഫാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാകും. മേ ബി എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ കൺഫ്യൂഷൻ വന്നൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അത് മാഗ്നറ്റിക് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മാഗ്നറ്റിക് എനർജി നമുക്കറിയുന്ന ഒരു കാര്യമാണ്. മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ഇക്വേഷൻ ½ ഒന്ന് ഇൻഡയറക്റ്റ് ആക്കിയെന്ന് പറയാം. ചെറുങ്ങനെ ഒന്ന് ഇൻഡയറക്റ്റ് ആക്കിയിട്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലൊക്കെ പോയിട്ടുണ്ടാവാം. മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ½ മക്കളെ. അവിടെ എല്ലാം എന്താണ്, ക്യാപിറ്റൽ എല്ലാണ് ½ വരുന്നത്. L ഇൻഡക്ടറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് അല്ലേ. അപ്പോൾ എല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്, μ0 n² AL ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ബിയും ഐയും തമ്മിലുള്ള റിലേഷൻ. B = μ0 ni ആണല്ലോ സോളിനോയിഡ്. അപ്പോൾ I = ആരാണ്, B/μ0 n. പറഞ്ഞു വരുന്നത് നമ്മൾ ½ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരണം. ലെങ്ത്തിൻ്റെ ടേമിലും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ L = μ0 n² AL ആണ് സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്. അതുപോലെ തന്നെ B = μ0 ni ആണല്ലോ. എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഇപ്പോൾ ജസ്റ്റ് വോയിസ് പറയുള്ളൂ. അങ്ങനെയാണ് I = ആരാണ്, B/μ0 n. ഈ ഐൻ്റെയും എല്ലിൻ്റെയും ഇക്വേഷൻ നമ്മുടെ ½ കൊടുത്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ഞാൻ അത് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ യുവിൻ്റെ ഇക്വേഷനാണ് B² AL / 2μ0. L എന്ന് പറയുമ്പോൾ മുകളിൽ നമ്മൾ ലെങ്ത്ത് എല്ലാണ് കേട്ടോ, സ്മോൾ ലെറ്റർ എല്ലാണ്. അതാണ് അവിടെ ചെയ്യേണ്ടത്. 3 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. അതൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയാം. ഒന്നുമില്ല, ഒന്ന് ഇൻഡയറക്റ്റ് ആക്കി ചോദിച്ചിട്ടുണ്ട്. ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 18 AB പാർട്ട് ഉണ്ട്. ഹൗ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസർ. നമ്മൾ EMW വ്യക്തമായിട്ട് പറയുന്നതാണ്. ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആവാം, അതുപോലെ തന്നെ ആരാവാം, ആക്സലറേറ്റഡ് ചാർജസ് ആവാം. ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈ ഇൻഫ്രാറെഡ് വേവ്സ് ആർ കോൾഡ് ഹീറ്റ് വേവ്സ്. പണ്ടൊക്കെ ചോദിക്കുക ഹീറ്റ് വേവ്സ് എന്നറിയപ്പെടുന്ന EMW ആരാണ്, അത് ഇൻഫ്രാറെഡ് ആണ്. ഇവിടെ നോർമലി എന്താണ് ഹീറ്റ് വേവ്സ്, ഇൻഫ്രാറെഡിന് ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്, നോർമലി നമുക്കറിയാം വാട്ടർ മോളിക്യൂൾസ് പ്രസൻറ്റ് മോസ്റ്റ് മെറ്റീരിയൽ റെഡ്ലി അബ്സോർബ്സ് ഇൻഫ്രാറെഡ് ആണ്. നോർമലി ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അവർ കൂടുതൽ അബ്സോർബ് ചെയ്യുക ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, ആഫ്റ്റർ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ അബ്സോർപ്ഷൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആഫ്റ്റർ അബ്സോർപ്ഷൻ ദെയർ തെർമൽ മോഷൻ ഇൻക്രീസ് ചെയ്യും,
കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും, കാരണം കെ ഈസ് ഈക്വൽ 3/2 kBT ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് തെർമൽ എനർജി ഹീറ്റ് ചെയ്യുമ്പോൾ തെർമൽ മോഷൻ കൂടുന്നതുകൊണ്ട് തന്നെ അവരുടെ ടെമ്പറേച്ചർ കൂടും. ഓക്കെ, അവർ കേസ് ഇത്രേ പറയണ്ടു. അപ്പോൾ നോർമലുള്ള മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവും, വാട്ടർ കണ്ട് ഇപ്പോൾ നമ്മുടെ ബോഡി ഹ്യൂമൻ ബോഡി ആണെങ്കിൽ പോലും വാട്ടർ മോളിക്യൂൾസിൻ്റെ പ്രസൻറ്റ് കൂടുതലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇൻഫ്രാറെഡ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഇൻഫ്രാറെഡ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂൾസിന് എന്ത് ചെയ്യും, തെർമൽ മോഷൻ കൂടും. ദാറ്റ് മീൻസ് തെർമൽ മോഷൻ കൂടുന്ന എന്താ, അവർ ഹീറ്റ് അപ്പ് ചെയ്യും. അതൊരു കോൺസെപ്റ്റ്ലി ചോദിച്ചാണ് ഹീറ്റ് വേവ്സ് എന്ന് അറിയപ്പെടുന്ന ഇൻഫ്രാറെഡ്. അതാണ് കേട്ടോ നോർമൽ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് പ്രസൻറ്റ് കൂടുതൽ എഴുതി തന്നെ നമുക്ക് മാർക്ക് കിട്ടുമെന്നൊക്കെ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19 എന്താണ്, റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പൽ ലോ ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യണം ഫ്രം വേവ് ഒപ്റ്റിക്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 20 ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ വാട്ട് ഈസ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് ഏത് ചാപ്റ്ററിലാണ് വരുന്നത്, റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ പ്രോസസ്സ് വരും. നമ്മൾ പറഞ്ഞു റേഡിയോ ആക്ടിവിറ്റി ഒഴിവാക്കരുത്, കാരണം അതിൻ്റെ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കെ, ഹാഫ് ലൈഫ്, മീൻ ലൈഫ് ഒക്കെയാണ് കണക്ഷൻ ഡിലീറ്റ് പോകുന്നത്. റേഡിയോ ആക്ടിവിറ്റി നിർബന്ധമായിട്ട് മക്കൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, അതായത് അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ഡീക്കെ പോയിട്ട് എന്തിനാണ് ഡീക്കെ ഡിസിൻറ്റഗ്രേഷൻ നടക്കും, എന്തിനു വേണ്ടിയിട്ട്, ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതും ഒക്കെ ബെക്കറലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. പണ്ട് ചോദിച്ചാൽ എക്സ്റേ കണ്ടുപിടിച്ച ആരാണ്, റോയിൻറ്റേജനാണ്. അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കും മക്കളെ. ദെൻ അതിൽ ബി പാർട്ട്, ഓക്കെ, എക്സ്പ്ലെയിൻ ദ എനർജി ജനറേഷൻ സ്റ്റാർസ്. സ്റ്റാർസിൽ എനർജി ജനറേഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ചൊന്ന് പറയാം. ലൈറ്റർ ന്യൂക്ലിയ കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ ആയിട്ടുള്ള ലാർജർ ന്യൂക്ലിയസ് ആവുന്നുണ്ട്. ന്യൂക്ലിയസ് എന്ന് പറയേണ്ടത് ന്യൂക്ലിയ ആവുന്നുണ്ട്. കാരണം ന്യൂക്ലിയസ് ആവുന്നുണ്ടെന്ന് പറയാം. കാരണം രണ്ടാൾക്കാരുണ്ടായി കൂടി ചേർന്നിട്ട് സിംഗിൾ എലമെൻ്റ് ആവണം, അല്ലെങ്കിൽ സിംഗിൾ ന്യൂക്ലിയസ് ആയിട്ടാണ് മാറുന്നത്. ആ സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു റിലേഷനൊക്കെ നമ്മൾ പ്രോട്ടീൻ റിലേഷനിൽ H11 പ്ലസ് H11 ഗീവ്സ് H12 പ്ലസ് പോസിട്രോൺ പ്ലസ് ന്യൂട്രിനോസ്, അങ്ങനെ രണ്ട് റിലേഷൻ എഴുതി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, രണ്ട് റിലേഷൻ കൂടി ന്യൂക്ലിയർ ഫ്യൂഷൻ ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 21 സെമി കണ്ടക്ടേഴ്സിൽ ഹാഫ് വേവ് റെക്ടിഫയർ വന്നിട്ടുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ്, അപ്പോൾ റെക്ടിഫയർ എന്താണ്, ഈസിൻ്റെ ഡി സി ആക്കുന്നതാണ്. അതിൽ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് വരക്കുക, ഫിഗർ വരക്കുക, അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതിൽ ബി പാർട്ട് അതിൻ്റെ വേവ് ഫോമാണ്. എ സി ഇൻപുട്ട് വരക്കുക, ഡി സി ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ആദ്യം ഒരാളുണ്ടാവും, പോസിറ്റീവ് ഹാഫിനുണ്ടാവും, നെഗറ്റീവ് ഹാഫിന് അവിടെ ബ്ലാങ്ക് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മാർക്കൊക്കെ ചെറിയ രീതിയിൽ വേരിയേഷൻ ഉണ്ട്. കാരണം ഓൾറെഡി സെമി കണ്ടക്ടറിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വൺ വേർഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 3 മാർക്കിന് വന്നു, 4 മാർക്ക് സെമി കണ്ടക്ടറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 22 ഇതാണ് 4 മാർക്കിൻ്റെ സെഷനിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 4 മാർക്ക്, 22 to 25 ക്വസ്റ്റ്യൻസ് 4 മാർക്കാണ്. അതിൽ 3 എഴുതാം. അതിൽ എ പാർട്ട് ഇതായിരുന്നു, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യുന്ന എനർജിയുമായി ബന്ധപ്പെട്ട് അതിൽ ചെറിയൊരു ഡിലീറ്റിൽ പോകുന്നുണ്ട്, ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട്. ഓക്കെ, എനിവേ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. നമ്മൾ DW = VdQ ഉണ്ട്, V വരെ Q/C കൊടുത്ത് ടോട്ടൽ വർക്കിന് വേണ്ടിയിട്ട് W ഇൻ്റഗ്രൽ DW ഒക്കെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഹാഫ് CV² കിട്ടുന്ന ആ ഒരു ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ ആ ഡെറിവേഷൻ്റെ ഒരു കേസ് നോക്കണം. ഓക്കെ, അപ്പോൾ നോർമലി അവിടെ നിന്ന് പ്രോബ്ലമാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിൽ ബി പാർട്ട് കണക്ഷൻ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ബി പാർട്ട് വരുന്നത് 900 പൈക്കോഫാരഡ് കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ബൈ 100 വോൾട്ട്. അതാണ് ഫിഗർ 1 തന്നിരിക്കുന്നത്. ഇതേ കപ്പാസിറ്റർ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് മറ്റൊരു കപ്പാസിറ്റർ 900 പൈക്കോഫാരഡുള്ള മറ്റൊരു കപ്പാസിറ്റർ ഉണ്ട്, അത് ഫിഗറിൽ 2. അത് ഓൾറെഡി ചാർജ് ചെയ്ത കപ്പാസിറ്ററാണ് രണ്ടാമത്തെ കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നോർമലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാർജഡ് കപ്പാസിറ്റർ ഒരു അൺചാർജഡ് ഡിസ്കണക്ട് ചെയ്തിട്ട് അൺചാർജഡ് കപ്പാസിറ്ററിൽ പോയി കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, എനർജി ലോസ് ഉണ്ടാകുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഹാഫ് C1 C2 ഡിവൈഡ് ബൈ C1 + C2 ഇൻറ്റു V1 - V2 ഹോൾ സ്ക്വയർ. C1 ഉണ്ട്, C2 ഉണ്ട്, V1 ഉണ്ട്, V2 0 ആയിട്ട് എടുക്കണം. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതൊരു കുറച്ചാൾക്ക് സംബന്ധിച്ചിടത്തോളം അറ്റൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്. അറിയില്ല, നിങ്ങൾ എഴുതിയോ ഇല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ദെൻ 23ാമത്തെ ക്വസ്റ്റ്യൻ സ്ഥിരം പരിപാടിയാണ്. ഹെപ്പാർഡ് സ്റ്റേറ്റ് കിർച്ചോഫ്സ് ലൂപ്പ് റൂളാണ് ചോദിച്ചത്. സെക്കൻഡ് റൂളാണ്, ലൂപ്പ് റൂളാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ കറണ്ട് റൂളല്ല, സെക്കൻഡ് നമ്മൾ വോൾട്ടേജ് റൂൾ ഓർ മെഷ് റൂൾ, ലൂപ്പ് റൂളാണ് ഫ്രം കറണ്ട് ഇലക്ട്രിസിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബി പാർട്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ് ചോദിച്ചത്. അതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുള്ള കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24 എക്സ്പ്ലെയിൻ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡയാ പാര ഫെറോ. കഴിഞ്ഞാൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ക്ലോസ്ഡ് സർഫേസ് ഇൻ്റഗ്രൽ B വെക്ടർ ഡോട്ട് DS വെക്ടർ ഇസ് ഈക്വൽ ടു 0 ആണ്. ശരിക്കും നമ്മൾ നോർമലി ആ ടോപ്പിക് വരുമ്പോൾ പറയാറുണ്ട് അതിൻ്റെ RHSൻ്റെ വാല്യൂ 0 ആവാനുള്ള കാരണം മാഗ്നറ്റിക് മോണോപോൾസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ്, അല്ലെങ്കിൽ ഇഫ് മാഗ്നറ്റിക് മോണോപോൾസ് ഡസൻറ്റ് എക്സിസ്റ്റ്, മാഗ്നറ്റിക് മോണോപോൾസ് ഡസൻറ്റ് എക്സിസ്റ്റ് വൈ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നോർമലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ട് തന്നെയാണ്, അക്കോർഡിംഗ്
ടു ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ദ RHS ഓഫ് ദ എബവ് ഇക്വേഷൻ ഈസ് 0. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്സ് ആണ് ഫോം ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ബി പാർട്ട് ചോദിക്കുന്നത് ഇൻ കേസ് മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ യൂണിവേഴ്സിൽ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, നമ്മൾ നോർമലി ക്ലോസ്ഡ് ലൈൻ ക്ലോസ്ഡ് സർഫേസ് ഇൻ്റഗ്രൽ ബി വെക്ടർ ഡോട്ട് ds വെക്ടർ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ചേഞ്ച് ആകുക? അപ്പോൾ ക്ലോസ്ഡ് സർഫേസ് ഇൻ്റഗ്രൽ ബി വെക്ടർ ഡോട്ട് ds വെക്ടർ ഇസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് μ0 ചാർജോ μ0 i ഒക്കെ വരുമെന്ന് വേണമെങ്കിൽ പറയാം. μ0 ചാർജാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് സർഫേസ് ഇൻ്റഗ്രൽ ബി വെക്ടർ ഡോട്ട് ds വെക്ടർ ഇസ് ഈക്വൽ ടു μ0 q എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ആ ഒരു ചേഞ്ച് ഉണ്ടാവുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25 അതിലെ പാർട്ട് സ്റ്റേറ്റ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. ലോസ് ഓഫ് റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റർ റേ, നോർമലൊക്കെ ഒരേ പ്ലെയിനിൽ തന്നെ കാണും. പിന്നെ സ്നെൽസിലോ സൈൻ എ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2/n1 ആണ്. ദെൻ ബി പാർട്ട് DIR ആണ്. ടോട്ടൽ ഇൻ്റർ റിഫ്ലക്ഷൻ എന്താണ്? അത് നമുക്ക് കണ്ടീഷണറും ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ലൈറ്റ് എന്ത് ചെയ്യും, അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പരിപാടി. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ഒരു ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ OFC കൂടി ഒന്ന് പഠിച്ചു നോക്കണം. ദെൻ 5 മാർക്കിൻ്റെ സെഷനിലേക്ക് പോയാണ്. അതിൽ 25 to 29 ആണ് 5 മാർക്കിൻ്റെ സെഷൻസ് വരുന്നത്. അതിൽ 3 എണ്ണമാണ് എഴുതേണ്ടത്. ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് ആക്സിയലും ഇക്വറ്റോറിയലിലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ കണ്ടുപിടിക്കാൻ. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും 1/4πε0 ഫിഗറൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടുണ്ടാവും. 1/4πε0 p/r³ മൈനസ് p ക്യാപ്പ്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഹാഫ് ഇയറിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലും അത് വരാത്തതുകൊണ്ട് ഹാഫ് ഇയർ എക്സാമിന് ഇത് വന്നിട്ടില്ല. ഗോസസ് ലോൻ്റെ ആ ഒരു ഷെല്ലാണ് വന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പഠിക്കാതിരിക്കല്ലേ, അത് എന്തായാലും വരുവേ റിപ്പീറ്റ്. ചിലപ്പോൾ പിന്നെ ആക്സിയലായിരിക്കും പബ്ലിക് എക്സാമിന് വരിക. അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ഒരിക്കലും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഗോസസ് ലോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ബി പാർട്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പ്രോബ്ലം. ഓക്കെ, പ്രീവിയസ് ഓൾറെഡി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യന്. ഓക്കെ, സിസ്റ്റം ഹാസ് 2 ചാർജസ് QA ഉണ്ട് QB ഉണ്ട്. അതിലൊക്കെ ഇരുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ടോട്ടൽ ചാർജ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ സിസ്റ്റം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കാം. എക്സ് ഇല്ല, രണ്ടിലും എക്സ് ഇല്ല. A0 B0 ആണ്. അപ്പോൾ x1ഉം x2 0 ആണ്. y1ഉം y2ഉം 0 ആണ്. z1 -15 സെൻറ്റിമീറ്റർ ആണ്. z2 +15 ആണ്. നിങ്ങൾക്ക് പറയുമ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡൈപോൾ ഡൈപോളിൻ്റെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 -15. നമ്മൾ നോർമലി കോർഡിനേഷൻ സിസ്റ്റംസ് കൊടുക്കുന്ന ആ ഒരു കേസ് കോർഡിനേറ്റ്സ് കൊടുക്കുന്നില്ലേ, അത്രയേ ഉള്ളൂ. 15 30 സെൻറ്റിമീറ്റർ ആയിരിക്കും ഡൈപോളുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെൻറ്റിമീറ്ററിനെ പിന്നെ മീറ്റർ ആക്കുക. പിന്നെ ചാർജ് അവിടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ടോട്ടൽ ചാർജ് കറസ്പോണ്ടിങ് ആയിട്ട് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് ചോദിച്ചാൽ ഷുവർലി ആൻസർ എന്താകും, 0 ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, കാരണം ഒരാൾ പോസിറ്റീവാണ്, മറ്റാൾ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് 0 എന്ന് വിളിക്കേണ്ടി വരും. പിന്നെ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് 2AQ ആണ്. 2A ആണ് ഞാൻ ഇപ്പം പറഞ്ഞ 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 × 10⁻² മീറ്റർ. പിന്നെ N1 ഓഫ് ദ ചാർജ് ആണ്. N1 ഓഫ് ദ ചാർജ് ആരാണ്? 2.5 മാഗ്നിറ്റ്യൂഡ് എടുക്കുക. അപ്പോൾ ആൻസർ എന്തുണ്ടാവും? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് 2.5 × 10⁻⁷ 3 × 10⁻², അറൗണ്ട് 7.5 × സംതിങ് ഉണ്ടാവും അല്ലേ. അത്രയും കൂളോമീറ്റർ എലോങ് Z ആക്സിസ് ആയിരിക്കും ഉണ്ടാവും കേട്ടോ. അതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 27 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് MCG. ഡിഫൈൻ കറണ്ട് സെൻസിറ്റിവിറ്റി θ/I ആണ് പറയേണ്ടത്. ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് പ്രൊഡ്യൂസഡ് ബൈ ഗാൽവനോമീറ്റർ ആണ്, അല്ലെങ്കിൽ NAB/C ആണെന്നൊക്കെ പറയാം. അതുപോലെ ഗാൽവനോമീറ്റർ എങ്ങനെയാണ് വോൾട്ട് മീറ്റർ മസ്റ്റ് സ്റ്റഡി ടോപ്പിക്കാണ്. ഒരു ഹൈ റെസിസ്റ്റൻസ് എടുത്തിട്ട് ഗാൽവനോമീറ്ററിന് സീരിയസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹൈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടെ എഴുതാൻ നന്നായിരിക്കും. കാരണം 2 മാർക്ക് ഉണ്ടല്ലോ. R = V/IG - G. പ്രൂഫ് ഇല്ലെങ്കിലും പറ്റുമെങ്കിൽ പ്രൂഫ് അല്ലെങ്കിൽ ഇക്വേഷനെങ്കിലും എഴുതിയിട്ടുണ്ടാവണം. സി പാർട്ട് ഒരു പ്രോബ്ലം തന്നെ ചോദിക്കുന്നുണ്ട്. സർക്യൂട്ട് ഗിവൺ ബിലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ കറണ്ട് ഓഫ് ദ അമ്മീറ്റർ ഷോൺ? ഇറ്റ് ഈസ് ഹാവിങ് എ റെസിസ്റ്റൻസ് ഓഫ് 60 ohm ആണ്. അവിടെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ റെസിസ്റ്റൻസ്, അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 30 ohm എന്ന് പറയുന്നുണ്ട്. 3 ohm ഓൾറെഡി സർക്യൂട്ടിലുണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ആൻസർ വിൽ ബി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. 3 / 60 + 3 വന്നിട്ടുണ്ടാവും. അത് 3/63 ആംപിയർ അത്രയായിരിക്കും അവിടെ ആൻസർ വരും. I = 3 / 3 + 60 ohm ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആൻസർ വരും. അത് ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അടുത്ത പ്രാവശ്യം ചെയ്യാലോ. ചിലപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെയാണല്ലേ എന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനി വന്നേ നമുക്ക് കിട്ടൂല, അത്രമാത്രം ചിന്തിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 28 വന്നത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൾ ഓഫ് ട്രാൻസ്ഫോർം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക.
NS NP ആണ്, BS VP ആണ്, IS <IP ആണ്, നേരെ തിരിച്ചിട്ട് അപ്പുറത്ത് എഴുതുക. പിന്നെ എപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, ഹിസ്റ്റീരിസിസ്. ലിസ്റ്റ് ഔട്ട് എന്നേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒരു 4 ലോസ് ഒന്ന് എഴുതി കൊടുക്കുക. ഹിസ്റ്റീരിസിസ് ലോസ്, എഡ്ഡി കറണ്ടിൻ്റെ കേസ്, കോപ്പർ ലോസ്, ഈ കേസ് പറഞ്ഞ് അതൊക്കെ പറഞ്ഞ ഒരു 4 പോയിന്റ് എഴുതിക്കാൻ സംഭവം അവിടെ കയ്യിൽ കിട്ടി. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം വിത്ത് എ നീറ്റ് ഡയഗ്രാം. പ്രിസം വീണ്ടും പ്രിസം ഡയഗ്രാം വരച്ചിട്ട് sin A+D/2 sin A/2 ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടാവും. ഫിഗർ നല്ല നീറ്റായിട്ട് വരച്ചിട്ടുണ്ടാവണം. ദെൻ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഫോർ എ സ്മോൾ ആംഗിൾഡ് പ്രിസം. കുറേ ആൾക്കാർ ചിലപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. സ്മോൾ ആംഗിൾഡ് പ്രിസം എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ sin A+D/2 എന്നുള്ള n sin A+D/2 sin A/2. നമുക്കറിയാം ഫോർ സ്മോൾ ആംഗിൾസ് sin θ അല്ലേ. അപ്പോൾ sin A+D/2 A+D/2 ആവും. A/2 ഉള്ളത് sin A/2 ഉള്ളത് A/2 ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ A+D/A ഉണ്ടാവും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ സ്മോൾ ലെറ്റർ D, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ക്യാപിറ്റൽ D ആണ്, ക്യാപിറ്റൽ D = n21 - 1 വിത്തിൻ ബ്രാക്കറ്റ് പുറത്ത് നമ്മൾ ആംഗിൾ ഓഫ് പ്രിസം ക്യാപിറ്റൽ A കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു മോശമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു മോശമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പബ്ലിക് മോഡൽ എക്സാം ഇതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. വലിയൊരു ടഫ് ഇല്ല, ബട്ട് ഒരു സാറ്റിസ്ഫാക്ഷന് മേ ബി ഒരു കുറച്ച് കുട്ടികൾക്ക് എങ്കിലും അങ്ങനെ തോന്നിയേക്കാം. ബട്ട് നല്ലോണം പഠിച്ച ഒരാൾക്ക് നല്ലൊരു എക്സാം തന്നെയായിരിക്കും. ഒരു ഇമ്പോർട്ടൻറ്റ് പഠിച്ചവർ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഒരു മിഡിൽ ഒരു 80%, 85 അങ്ങനെയുള്ള ടീമിനെ സംബന്ധിച്ചിടത്തോളാണ് ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു കംപ്ലീറ്റ് കവർ ചെയ്ത ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. നെക്സ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു സംഭവമാണ് ഇതിന് പബ്ലിക് എക്സാം. അതിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്താ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മക്കളെ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.